ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വീണ്ടും തിരക്കിലാണ്. ഞാൻ വീണ്ടും ഒരു സ്ഥലത്തേക്കുള്ള ഓട്ടത്തിലാണ്. എന്തിനാ ഈ ഓടുന്നതെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ കിടന്നുകൊണ്ട് യൂട്യൂബ് നോക്കിയില്ലായിരുന്നു. ഇന്ന് ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റുകളൊക്കെ കണ്ടു. യുദ്ധത്തിനെ പറ്റിയിട്ടായിരുന്നു. ഇറാൻ ജയിച്ചോ ഇസ്രായേൽ ജയിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടും രണ്ട് ഭാഗത്തെയും നഷ്ടങ്ങളുടെയും ലാഭങ്ങളുടെയൊക്കെ കണക്കുകൾ നിരത്തിക്കൊണ്ടൊക്കെ ഘോരഘോരം വാദിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നേരം പോയി. അപ്പം ഇന്ന് നല്ല ലേറ്റായി. നന്നായിട്ട് നല്ല സ്പീഡിൽ ഓടിയാലേ ടൈമിൽ എത്തുള്ളൂ. അപ്പോഴതിൻ്റെ ഇടയിലും കൂടെ ഞാൻ ഏതായാലും ഈ സമയത്താണല്ലോ നിങ്ങളോട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വരാമെന്ന് വെച്ചു. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഇങ്ങനെ ഈ പ്രകാശം അടിക്കുന്ന ഒരു സ്പാർക്ക്. നല്ല രസം. പിന്നെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എന്തൊക്കെയായിരുന്നു ഇന്ന് സ്പെഷ്യൽ? ഞാനിന്ന് ലഞ്ച് കഴിക്കാതെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ മോർണിംഗ് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റായിരുന്നു. നല്ല ദോശയും പിന്നെ ഇച്ചിരി ചിക്കൻ കറിയും സാമ്പാറുണ്ടായിരുന്നു. കഴിച്ചില്ലായിരുന്നു. ഇച്ചിരി ചിക്കൻ കറി ടേബിളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദോശയും ചിക്കൻ കറിയും കൂടി കഴിച്ചു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയി പോയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ്സൊക്കെ അരിഞ്ഞങ്ങ് കഴിച്ചു. മനഃപൂർവ്വം കഴിച്ചതല്ല. ക്യാരറ്റ്സ് വെറുതെ അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ടേബിളുമ്മേ അത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതെടുത്ത് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈ ഐഡിയ നോക്കാവുന്ന കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ ഇടയ്ക്കുണ്ടല്ലോ ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് വേണമെന്നൊക്കെ തോന്നും. വല്ല കറുമുറു ചിപ്സ് മിച്ചറൊക്കെ വേണമെന്നൊക്കെ തോന്നും അല്ലേ? അപ്പോൾ നമ്മളാണ് അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തൊക്കെ ചിപ്സാണ്? ചക്ക വറുത്തത്, ചക്കയുടെ സീസണാണ്, കായ വറുത്തത്, കപ്പ വറുത്തത്. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് കായ വറുത്തതിനേക്കാളും എനിക്കിഷ്ടം ആ പഴം വറുത്തതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വയറും വായൊന്നും അറിയാണ്ട് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. തടിയും അതുപോലെ തന്നെ കൂടും. അപ്പം അങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്ന കുറച്ച് സ്നാക്ക് വേണം എന്നൊക്കെ തോന്നുന്നു ഇടനേരങ്ങളിലൊരു ബോറടിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തു. നമുക്ക് എപ്പോഴും നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്തിരിക്കുന്നതല്ലേ. നമ്മളങ്ങനെ സ്വയം അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ് ഒരു നീളത്തിൽ, സാധാരണ സാലഡ് അരിയുന്ന പോലെ കപ്പ വറുക്കുമ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വറുത്തത് കിട്ടില്ല, ആ ഒരു സൈസിൽ ക്യാരറ്റ് അങ്ങ് അരിഞ്ഞ് കുറേ അങ്ങോട്ട് ടേബിളുമേ അങ്ങ് വെച്ചു. ടേബിളുമേ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്ക് സ്നാക്ക് കഴിക്കണം എന്ന് തോന്നുമ്പം അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ചാൽ മതി. നമുക്കും ബുദ്ധിമുട്ടില്ല, വലിയ ചിലവുമില്ല. അങ്ങനെ നമ്മൾ ഹാപ്പി. അപ്പോൾ ആ ഒരു ട്രിക്കാണെന്ന് പരീക്ഷിച്ചത്. അങ്ങനെ കഴിച്ചതുകൊണ്ട് ഇത്തിരി ഹെവി ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല, തിരിച്ചു പോയിട്ട് കഴിക്കണം. പിന്നെ നാട്ടിലെന്താണ് എല്ലാവരും കുറച്ചൊരു ടെൻഷനിലൊക്കെയാണ് അല്ലേ? വെളിയിൽ പോയിട്ടുള്ള ആൾക്കാർ, ജോലിക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇനി അവരുടെ ഫാമിലിക്കൊക്കെ ഇത്തിരി വിഷമത്തിലൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ട്. കുറച്ച് ന്യൂസൊക്കെ കാണുന്നു എന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു സ്റ്റോറിയും കണ്ടില്ല. മീൻസ് എന്താണ് അതിൻ്റെ ആക്ഷൻസ് നടന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. ബട്ട് എല്ലാവരും ടെൻസ്ഡ് ആയിരുന്നു എന്നറിയാം. ഓരോരുത്തരുടെ പോസ്റ്റൊക്കെ കാണുമ്പോഴാണ് ഞാൻ അപ്ഡേഷൻസ് എനിക്ക് കിട്ടുന്നത്. ഒരു കുഞ്ഞു കിളി, പക്ഷെ ഞാൻ പേടിച്ചു പോയി. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കിളി അറ്റാക്ക് ചെയ്തതാണ്, മാക്പൈ. ഞാൻ അതാന്ന് വിചാരിച്ചു, അല്ലായിരുന്നു, കുഞ്ഞിക്കിളിയാണ്. അങ്ങനെ ഇപ്പം ഞാൻ സ്കൂളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ നമുക്കും പണിയിട്ടും അവർക്കും പണിയാവും. പിന്നെ ഇവിടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫോൺ പിടിച്ച് ഈസി ആയിട്ട് നടക്കാൻ പറ്റും ഇല്ല. എല്ലാ മരങ്ങളും നല്ല ഭംഗിയിട്ടില്ലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്കൊരു പച്ചപ്പൊക്കെ കണ്ടോ, കളർഫുൾ എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടാകുന്നത് മാത്രമല്ലല്ലേ,
അതാ പച്ച, ഓ എന്താ പറയുക, പച്ച തിങ്ങി നിറഞ്ഞ പച്ച. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള കേരളമാണ് ഹരിതാഭ നിറഞ്ഞ പ്രദേശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പച്ച പിടിച്ച കേരളം, പച്ചക്കളറുള്ള കേരളം. ബട്ട് അങ്ങനെയല്ല. എവിടെയൊക്കെ നോക്കുമ്പോൾ നല്ല കടുത്ത പച്ച. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ് പച്ച പച്ച കളർ മാത്രം കേട്ടോ. വെരി വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കാര്യം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലെ മെമ്മറി തീർന്നിട്ട് തന്നെത്താൻ റെക്കോർഡ് ഓഫാണ്. അതായത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫയൽസ്, ഇതുപോലെ വീഡിയോ ഫയൽസ് എല്ലാം ഡംപായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ക്ലിയറാക്കി ഇടാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗൈസ് ജീവിതമൊക്കെ പോകുന്നുണ്ട്? പുതിയ അപ്ഡേഷൻസൊക്കെ, ആരെങ്കിലും പുതിയ ജോബിലൊക്കെ കയറിയോ? ഇനി ന്യൂ ബിസിനസ് പ്ലാൻസ് അങ്ങനെ എന്തെങ്കിലും? എനിക്കൊരു 2-3 മന്ത്സിനകത്ത് എവിടെയെങ്കിലും സെറ്റിലാവുന്ന രീതിയിലാവണം. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള കൺട്രീസിലാണ്. ബട്ട് എനിക്കറിയില്ല ഇപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണ്, അറിഞ്ഞൂടാ. എനിക്ക് ഹൗ ടു ബി സെറ്റിൽഡ് സംവെയർ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പം. ഇതുണ്ടോ ചെടിക്ക് ഞങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സെയിം വഴി കൂടെ എന്നൊക്കെ വരണം. പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് വരണം. ഒരു ഇഷ്ടം പോലെ വേറെ വഴി കൂടെയൊക്കെ വരാം. ഞാൻ ഇന്നും ഈ ഒരേ വഴി കൂടെ വരുന്നതാണ്. വഴി തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി കൂടെ തന്നെ. നമുക്ക് വേറെ സ്ഥലങ്ങളും ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോഴും ഓരോരോ വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. മരത്തിൻ്റെ എന്താണ്ടോ എന്തോരം എല്ലാം ഉണ്ടായിരുന്നു, ഒക്കെ കൊഴിഞ്ഞിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ, ഈ ഒരു വെതർ ഇങ്ങനെയാണ്, ഈ ഒരു സീസൺ ഇങ്ങനെയാണ്. എല്ലാ ഇലയും കൂടെ എന്ത് ഭംഗിയിലായിരുന്നു നിന്നായിരുന്നു. ഇതിപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി, കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത്. സങ്കടം വരുന്നുണ്ട്. ഇത് എത്ര ഭംഗിയില്ല. പക്ഷെ അതും ഒരു ഭംഗിയാണ് കേട്ടോ, അതും ഒരു രസമാണ്. അതൊരു വേറൊരു വ്യൂ ആണ്. ടൈപ്പ് മരം കണ്ടോ? ഇതെന്ത് മരം എന്നാണ് ഇതിന് പറയുക? കാറ്റാടിയുടെ ഒക്കെ ഒരു ഷേപ്പ്, പക്ഷെ എന്നാൽ കാറ്റാടി അല്ല. അപ്പം നമ്മൾ നമ്മുടെ എത്തേണ്ട സ്ഥലത്തായി. ഒരു 4-5 സ്റ്റെപ്പ് കൂടെ വെച്ച് എത്തും. അപ്പം ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം പറയാം. കാരണം ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെ പോകുന്നുണ്ടേ. ബിസിയായി കുറച്ച് അവിടെ വർക്ക്, കുറച്ച് ഇവിടെ വർക്ക്, അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടുന്നില്ല. ഈ ബസ്സുണ്ടോ? 2 ബസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ബസ്. നമുക്കിവിടെ എത്തിയപ്പോൾ കണ്ടൊരു ബസ്സാണ്. ബൈ, സീ യു.